ആദ്യം മോളാ നമ്മളെ ചതിച്ചെങ്കി ഇപ്പൊ അച്ഛനും മോനും കൂടി നമ്മളെ ചതിച്ചു. മനസ്സിലായില്ല. പടനിലത്ത് മോളും മരുമോനും അച്ഛനും അമ്മയും അളിയനും എല്ലാവരും ഒരുമിച്ചു. 150 ഏക്കറിന് വേണ്ടി ഇത്രയൊക്കെ സഹിക്കണോ? ശരിയേട്ടാ, ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞതൊക്കെ മറന്നുപോയോ? എന്നിട്ടെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഏട്ടൻ അമ്മാവന്റെ മുമ്പിൽ ഇരുന്നത് അമ്മാവന് ഇഷ്ടായിട്ടുണ്ടാവോ? അതൊക്കെ ഏട്ടത്തിയമ്മ ഹാൻഡിൽ ചെയ്തോളൂ. ഇത്രയും നാളും ഏട്ടൻ നിന്നതല്ലേ, നീ കുറിച്ചിരിക്കട്ടെ. അത് അതെ, ഇദ്ദേഹം അച്ഛനോടും നഗലേട്ടനോട് സംസാരിച്ചിരിക്കെ. ഞങ്ങള് പെണ്ണുങ്ങൾ അകത്തേക്ക് ചെല്ലട്ടെ. ശരി. നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാരും വാ. അച്ഛാ, എന്താ ഗിരിയേട്ടാ, എന്നെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ലേ? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞത് ഉടനെ കസേരയിൽ നിന്ന് അങ്ങ് എഴുന്നേറ്റു. ഈ ഗിരിയേട്ടന്റെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് അപ്പുറത്തുള്ള എന്റെ മുറിയിൽ പോയിരിക്കാം. അച്ഛാ, ഇദ്ദേഹത്തെ ഞാൻ കൊണ്ടുപോവാണേ. വാഗിരേട്ടാ, എല്ലാരും വാന്നേ. എന്നാലും കുറച്ച് കടുപ്പം തന്നെ മുതലാളി. കടുക്കട്ടടോ, കടക്കുമ്പോഴല്ലേ കളിക്കൊരു സുഖം ഉണ്ടാവും. ഇന്ദിര, വിശോട്ടാ വിളിക്ക്, നമ്മുടെ പിള്ളേരെ എല്ലാരെയും വിളിക്ക്. നമുക്ക് ഇപ്പൊ തന്നെ പടനിലത്തേക്ക് പോണം. പടനിലത്തും ഗിരിയുടെ തറവാട്ടിലും ഇനി ഒരാളും ജീവനോടെ അവശേഷിക്കരുത്. എല്ലാത്തിനെയും കൊന്ന് തള്ളണം എന്നെനിക്ക്. ഇന്ദിര, എന്തു പറ്റി? എന്തിനാ ഇപ്പൊ ഒരു യുദ്ധപ്പുറപ്പാട്? ഇന്ദ്രനെയും ഈ കുടുംബത്തെയും ചതിച്ചവരാരും ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. എടാ, ഇപ്പൊ എടുത്തു ചാടി നീ ഒന്നും ചെയ്യരുത്. പത്മനാഭ സാറിനെ കൊണ്ട് നമുക്ക് ഒരുപാട് നേടാനുണ്ട്. അയാളുടെ സ്വത്തുക്കൾ നമ്മുടെ കയ്യിൽ വന്ന് ചേരുന്നവരെ നമ്മൾ ക്ഷമിച്ചിരുന്നേ പറ്റൂ. അത് കഴിഞ്ഞ് മതി ചോരക്കളി. ഇവിടെ വേദാന്തം പ്രസംഗിച്ചോണ്ടിരുന്നോ? അവിടെ കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു. നമ്മൾ വെറും വിഡ്ഢികളായി മാറി. എടാ, നീ എന്തൊക്കെയാ പറയുന്നത്? എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ. ആദ്യം മോളാ നമ്മളെ ചതിച്ചെങ്കി ഇപ്പൊ അച്ഛനും മോനും കൂടി നമ്മളെ ചതിച്ചു. മനസ്സിലായില്ല. പടനിലത്ത് മോളും മരുമോനും അച്ഛനും അമ്മയും അളിയനും എല്ലാവരും ഒരുമിച്ചു. പടനിലത്ത് പത്മനാഭൻ മുതലാളി അയാളെ ചതിച്ച മോളോടും മരുമോനോടും പുറത്തുനിന്ന്. ഇപ്പൊ പത്മനാഭനെ വിശ്വസിച്ചിരുന്ന നമ്മളാരായി? അതാ പറഞ്ഞത്, ഇന്നത്തോടെ എല്ലാത്തിനും തീർക്കണമെന്ന്. നീ ഇതൊക്കെ എവിടെ നിറഞ്ഞു? നിന്നോട് ആരാ പറഞ്ഞത്? എവിടുന്ന് അറിഞ്ഞതായാലെന്താ? അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യ. ആ ഗിരിക്കും പാർവതിക്കും വിരുന്ന് നടക്കുക അവിടെ. ആര് ചതിച്ചാലും കൂടെ നടന്നിരുന്ന നകുലൻ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവനും കളം മാറി. അതുകൊണ്ട് ആരോടും ഒരു സെന്റിമെന്റ്സും ഇന്ദ്രനില്ല. ഇന്നത്തെ വിരുന്ന് അവളുടെ ഒടുക്കത്തെ വിരുന്നായിരിക്കണം. ഇന്ദ്ര, നീ ഒന്ന് സമാധാനിക്ക്. അറിയാലോ, പത്മനാഭ സാർ ആളൊരു കുറുക്കനാ, കുശാഗ്ര ബുദ്ധിക്കാരൻ. ഇത്രയും നാണക്കേടുണ്ടാക്കിയ മകളോടും ഗിരിയോടും അയാൾ അത്ര പെട്ടെന്ന് ക്ഷമിച്ചു കൊടുക്കുന്നു നീ കരുതുന്നുണ്ടോ? നീ പറയും പോലെ
ഗിരിക്കും പാർവതിക്കും അയാൾ വിരുന്ന് കൊടുക്കണമെങ്കിൽ, അവരെ പടനിലത്തേക്ക് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ പത്മനാഭ സാറിന് വ്യക്തമായ ഉദ്ദേശങ്ങൾ ഉണ്ടാകും. അത് ഉറപ്പാ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. പത്മനാഭൻ ഒന്നും കാണാതെ ഇങ്ങനൊന്നും ചെയ്യൂല. ഇത് അയാളുടെ നാടകമായിരിക്കും, അതുറപ്പാ. ആടിനെ വെട്ടും മുമ്പ് അതിന് പ്ലാവല കൊടുക്കാറില്ലേ? അതുപോലൊരു ഏർപ്പാടായിരിക്കും പത്മനാഭ സാറ് പടനിലത്ത് ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത്. വിശ്വം പറഞ്ഞത് തന്നെയാ ശരി. എന്തോ എനിക്ക് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എടാ, നീ ഒന്ന് അടങ്ങ്. ഞാൻ ശരിക്കൊന്ന് അന്വേഷിക്കട്ടെ. എന്താണ് വാസ്തവം എന്ന് അറിഞ്ഞതിന് ശേഷം കൊല്ലണോ കുഴിവെട്ടണോ എന്ന് തീരുമാനിക്കാം. പത്മനാഭനും നകുലനും ചേർന്ന് അവരെ സ്വീകരിച്ചതാണ് വാസ്തവമെങ്കിൽ രണ്ടിനെയും ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. പടനിലത്ത് വീടിന് ഞാൻ തീ കൊളുത്തും. മോനെ നീയേ ദേ ആ കൈ നിങ്ങോട്ട് നീട്ടിക്കേ. അയ്യോ, ഈ കയ്യിൽ മുറിവ്, ഈ കൈ നിന്ന് നീട്ട്. ആ ഭാഗ്യം, കറക്റ്റ് അളവാ. ആ എന്റെ മരുമകനാകാൻ പോകുന്ന ആക്കു വേണ്ടി ഞാൻ പണി കഴിപ്പിച്ചു വെച്ചിരിക്കുന്ന മോതിരവാ ഇത്. എടാ മക്കളെ, ഇപ്പോ നീയാണ് എന്റെ മരുമകൻ. ഇനി ഇത് നിന്റെ വിരലിൽ തന്നെ കിടക്കണം. താങ്ക് യു അമ്മാവ. ആ താങ്ക് യു. മോനിപ്പോ എന്തോ പറഞ്ഞേ? താങ്ക് യു. ഓ മുതലാളി, ഗിരി ഇംഗ്ലീഷൊക്കെ പറയണു. ആ അത് പിന്നെ പടനിലത്ത് പത്മനാഭന്റെ മരുമകനാവുമ്പോഴേ അതിനൊത്ത മാറ്റങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ, അല്ലടാ മക്കളെ? കൊള്ളാം. എന്തായാലും നീ ഒരു മിടുക്കന. എല്ലാം മോന് പാർവതി പഠിപ്പിച്ചാവും അല്ലേ? നേരെ ചൊവ്വ മലയാളം കൂട്ടി വായിക്കാൻ അറിയാത്ത ഗിരിയാണ് ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. മുതലാളിയുടെ മോളെ സമ്മതിക്കണം. പണ്ടത്തെ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മണി? കഥ മാറിയില്ലേ? അല്ലേ മോനെ? മോനൊരു കാര്യം ചെയ്, മോൻ ചെല്ലേ. എടാ മണി, ഓ അതെ